ഇതിൽ പോസിറ്റീവായിട്ടായിരിക്കില്ലല്ലോ തിങ്ക് ചെയ്യുന്നത്. കാരണം എല്ലാം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ഒരിക്കലും കഴിയില്ല. അപ്പോൾ നെഗറ്റീവ്സിനെ ഫേസ് ചെയ്യാൻ ആദ്യം നമ്മൾ തയ്യാറാവണം. ആദ്യത്തെ 1 വർഷമോ 2 വർഷം കൊണ്ടോ ഒരിക്കലും ഒരു കമ്പനിക്ക്, അതിപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആയാലും ശരി, ഈവൻ അത് ഒരു ബിൽഡേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, ഒരു 2 വർഷം കൊണ്ട് ഈസിലി അച്ചീവ് ചെയ്യാം എന്നുള്ളൊരു ധാരണയിൽ ഒരിക്കലും നമുക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങാതിരിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പം ഞങ്ങളുടെ ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നത് ഒരു 2-3 വർഷം ആ കമ്പനിക്ക് വിചാരിക്കുന്ന രീതിയിൽ സെയിൽ ഇല്ലെങ്കിൽ പോലും അതിനെ മാനേജ് ചെയ്യാൻ നമുക്ക് കഴിയണം. കൃത്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1 ഇയറിലേക്കോ അല്ലെങ്കിൽ 2 ഇയറിലേക്കോ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്, നമ്മുടെ സാലറി കൊടുക്കാനായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ് മാനേജ് ചെയ്യാനായിട്ട് പ്രോപ്പർ പ്ലാനിങ്. യെസ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കോവിഡ് വന്നപ്പോഴും അത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ കോവിഡ് ലോക്ക്ഡൌൺ ടൈമിൽ നമുക്ക് കുറെ ടൈം കിട്ടിയിരുന്നു. ഒരു ഓപ്പറേഷൻ എഫിഷ്യൻസി ഉള്ള ഒരു ഓർഗനൈസേഷന് എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്, ഏതൊക്കെ ഡെസിഗ്നേഷൻസ് ആണ് വേണ്ടുന്നത്, എങ്ങനെ ആയിരിക്കണം ഇതിൻ്റെ ഒരു പാറ്റേൺ, ഈ ഒരു ബിസിനസ്സിന്റെ വിഷൻ എന്താണ്, മിഷൻ എന്താണ്, ഇതൊക്കെ ക്ലിയർ ആയിട്ട് നമുക്കൊരു പിക്ചർ ആക്കാൻ നമുക്കുള്ള ടൈം ഉണ്ടായിരുന്നു. കൃത്യമായി സെക്കൻഡ് ലോക്ക്ഡൌൺ വന്നപ്പം ഇത് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചു.